ഇന്നും നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെയാണിത് സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. 1 കപ്പ് പച്ചരിയും അതുപോലെ തന്നെ 1/4 കപ്പ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഉലുവയും ഉഴുന്നുമാണ് അരച്ചെടുക്കുന്നത്. തണുത്ത വെള്ളം ഐസ് ക്യൂബോ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് ഞാനിതാ ഒരു കുക്കറിലേക്കാണ് മാറ്റുന്നത്. സെയിം ജാറിൽ തന്നെ നമ്മൾ ഇനി അരി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അതും നമ്മളിനി ഇത് കുക്കറിലേക്ക് മാറ്റിയാണ് മാവ് അരച്ചെടുത്തത്. ഇനി ആ ജാറിൽ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് റാഗിപ്പൊടിയും 1/4 കപ്പ് ചോറും കൂടി ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതും കൂടി കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇനി ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈസ്റ്റോ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. എന്നിട്ട് ഒരു ഓവർനൈറ്റ് നമ്മളിത് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്കിത് രാവിലെ എടുക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാനിതാ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഒക്കെ നല്ല റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുക്കറിൽ ഫുള്ളായിട്ട് നമ്മുടെ മാവ് ഇതാ ഫെർമെൻറ്റേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നല്ല തണുപ്പുള്ള സ്ഥലത്തല്ലാതെ ചെറിയൊരു ചൂടുള്ള സ്ഥലത്തൊക്കെ വേണം നമ്മൾ മാവ് പൊങ്ങാനായിട്ട് വെക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ തട്ടും. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു പൊട്ടുകടല ചട്നിയാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അത് 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ, പിന്നീട് ഒരു 5-6 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. പൊട്ടുകടലയും തേങ്ങയും മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും താളിച്ച് വെച്ച ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റാഗിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി തന്നെയാണ്. റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ അരി എടുക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ റാഗിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ കളറും തന്നെ ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ.